ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് PWD ടൂറിസം സെക്രട്ടറിയും അതുപോലെ തന്നെ KTMന്റെ കേരള ട്രാവൽ മാർട്ടിന്റെ ഭാരവാഹികളുമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം എന്ന നയവുമായിട്ടാണ് ടൂറിസം വകുപ്പ് തുടക്കം മുതലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്താകെ നമുക്കൊക്കെ അറിയാം, കോവിഡ് വന്ന ഘട്ടത്തിൽ ടൂറിസം മേഖല വലിയ പ്രതിസന്ധിയിലായിരുന്നു. പോസ്റ്റ് കോവിഡിന് ശേഷം ടൂറിസം മേഖല മെല്ലെ മെല്ലെ നല്ല കുതിപ്പോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മെല്ലെ മെല്ലെ കുതിപ്പിലേക്ക് എത്തുന്നതിൽ വലിയ വേഗതയാണ് കേരളത്തിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെയും ഫോറിൻ ടൂറിസ്റ്റുകളുടെയും വളർച്ചയുടെ ഗ്രാഫ് എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ശരാശരി ലോക ശരാശരിയേക്കാൾ മുകളിലേക്ക് കേരളം എത്തുന്നു, രാജ്യത്തെ ശരാശരിയേക്കാൾ മുകളിലേക്ക് എത്തുന്നു. അത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദീർഘവീക്ഷണത്തോടുകൂടി സംസ്ഥാനത്ത് സർക്കാർ എല്ലാ മേഖലയിലുമുള്ള ടൂറിസം മേഖലയെ പ്രത്യേകിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ്. ടൂറിസം വ്യവസായത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് നിരവധി പരിപാടികൾ ടൂറിസം ഇൻഡസ്ട്രിയും ഗവൺമെന്റും സംയുക്തമായി സംഘടിപ്പിച്ചു വരികയാണ്. ഇവിടെ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ടുള്ളൊരു സുപ്രധാനമായ പരിപാടിയാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. അത് വെഡിങ് ആൻഡ് മൈസ് കോൺക്ലേവ് ആണ്, കൊച്ചിയിൽ വെച്ചാണ്. കേരള ട്രാവൽ മാർട്ടിന്റെ സഹകരണത്തോടുകൂടി ഓഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെ കൊച്ചിയിൽ വെച്ച് വെഡിങ് ആൻഡ് മൈസ് കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയിൽ മാത്രമല്ല വലിയ നിലയിലേക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാകുമെന്നാണ് നമുക്കൊക്കെ ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം. സംസ്ഥാനത്ത് ഈ വർഷത്തെ ആദ്യത്തെ B2B പ്രോഗ്രാമാണ് ഈ കോൺക്ലേവ്. ഇപ്പോ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാട്ടി. പോസ്റ്റ് കോവിഡിന് ശേഷം ഡെസ്റ്റിനേഷൻ വെഡിങ് ഒരു ട്രെൻഡായിരുന്നു. നമ്മൾ തന്നെ പലപ്പോഴും പരസ്പരം ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദൂരത്ത് പോയി വിവാഹം സംഘടിപ്പിക്കുക എന്നുള്ള ഈ പുതിയ ട്രെൻഡിനെ മനസ്സിലാക്കി ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ സെന്റർ ആരംഭിച്ചത് കേരളത്തിലാണ്. ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ മാർക്കറ്റിംഗിന് പ്രത്യേക നിലയിലുള്ള ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ വെഡിങ് ഡെസ്റ്റിനേഷന് പറ്റിയ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്ന നിലയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ലോകത്തും വലിയ പ്രചരണം ഇതിന്റെ ഭാഗമായി നടത്തി. ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയതിന്റെ ഭാഗമായി വലിയ നിലയിൽ വിവാഹങ്ങൾ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും മറ്റും കേരളത്തിൽ നടത്തുന്ന സ്ഥിതിയുണ്ടായി. ഏകദേശ കണക്കെടുത്തപ്പോൾ കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ 1000-ഓളം വിവാഹമാണ് കേരളത്തിൽ നടന്നത്. ഈ വിവാഹം നടക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും വിവാഹത്തിന് വേണ്ടി വരിക എന്ന് പറഞ്ഞ 1-2 ദിവസത്തേക്കല്ല വരുന്നത്. ഒരാഴ്ചയും 10 ദിവസവും 2 ആഴ്ചയും ഒക്കെ നിൽക്കാൻ വേണ്ടി 10-20 പേരല്ല വരുന്നത്, 100 കണക്കിന് ആളുകൾ വരികയാണ്. അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് കേരളത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താനും കേരളത്തിലെ മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനും ഒക്കെ സാധിക്കുന്ന സ്ഥിതി വരുന്നു. വെഡിങ് ഡെസ്റ്റിനേഷന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുന്ന മറ്റു സ്റ്റേറ്റിലുള്ളവരെ സ്വകാര്യ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങൾ അവർക്ക് അനുസൃതമായ നിലയിൽ സ്വീകരിക്കുന്നു. KTM അവരുടെ പ്രവർത്തനം അതിന്റെ ഭാഗമായി നടത്തുന്നു. ടൂറിസം വകുപ്പും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക ഇടപെടൽ നടത്തി വരികയാണ്.
ഇങ്ങനെയുള്ളൊരു പ്രോത്സാഹനം കേരളം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ വെഡിങ് ഡെസ്റ്റിനേഷന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടൂറിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി വെഡിങ് ഡെസ്റ്റിനേഷന്റെ സാധ്യതയെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ടൂറിസം വകുപ്പ് നടത്തുന്നത്.